ആ സിനിമ കാണുന്നതിനോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ നിർണായകമായ രണ്ടുപേരുണ്ട്. അവരെ കൂടെ നമ്മൾ ഒന്ന് ക്ഷണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ രാജേഷ് മാധവൻ്റെ ജീവിതത്തിൽ ഇനി പ്രകാശം തെളിയിക്കാൻ വരുന്നൊരു കക്ഷിയുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് പ്രകാശം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിളക്കുകളൊക്കെ കത്തിച്ച് ഇപ്പോൾ എന്തായാലും ആ വിളക്കുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. പേര് ദീപ്തി. ഹായ് ദീപ്തി, ഗുഡ് മോർണിംഗ്. ഹായ്. ഈ ദീപ്തിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നാത്താൻ കേസുകൂട് എന്ന സിനിമയിൽ വലിയ അഭിനയമായിരുന്നു രണ്ടുപേരും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവർ ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു. ഇതാണ് രാജേഷിന്റെ സ്വന്തം ദീപ്തി. ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. നാത്താൻ കേസുകൂട്, ഹൃദയഹാരിയായ പ്രണയകഥ എന്നീ സിനിമകൾക്ക് ശേഷം ഒരു യഥാർത്ഥ ജീവിതകഥ. രാജേഷ് മാധവനും ദീപ്തി. ഇനി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. മോന്റെ പേര് വിഷ്ണു. അദ്വൈത്. അദ്വൈതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഹായ് അദ്വൈത്. ഹലോ അദ്വൈത്. അമ്മയേക്കാൾ നിങ്ങളുണ്ടല്ലോ. ആക്ടറൊക്കെയാണ്. ആണോ? ചിത്രയുടെ റീൽസിലാണ് പിന്നെ അവന്റെ പെർഫോമൻസ് അധികം ഉള്ളത്. കരിങ്കളിയൊക്കെ അഭിനയിച്ചു തകർത്തോ? അടുത്ത കരിങ്കളിയൊന്നുമില്ല. ഇല്ല. അമ്മമോനും കൂടെ ആണോ റീൽസ്? ഒരു റീൽസിന് ചുരുങ്ങിയത് ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയോ ഓഫർ ചെയ്യണം. ഒരു റീലിന് ചുരുങ്ങിയത് ഒരു ചിക്കൻ ബിരിയാണി വേണം, അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ വേണം. ചിക്കൻ അല്ലാതെ ഒരു നോൺ വെജ് ഇല്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല ഇവന്. എന്നാലേ നോൺ വെജിനോട് അത്രയ്ക്ക് പ്രേമമാണോ? അത്രക്കൊന്നും ഇല്ല. അപ്പൊ ഇന്ന് അമ്മയുടെ സിനിമ റിലീസാവാൻ പോവാ. ടെൻഷനുണ്ടോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. അവന്റെ ടെൻഷൻ ഞാൻ പറയാം. പോപ്കോൺ. ഇങ്ങനെയുള്ള ടെൻഷൻ മാത്രമേ ഇന്റർവെല്ലിന് കിട്ടുന്ന പോപ്കോൺ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നയൻത്തിൽ. ഇപ്പൊ നയൻത്തിലേക്ക് ആവാൻ പോകുന്നു. ഓക്കെ. അമ്മയച്ഛനൊക്കെ വീട്ടിലാണോ? വീട്ടിലെ അമ്മയച്ഛൻ ഇപ്പൊ കണ്ട് ചിലപ്പോ എന്തൊക്കെയാണ് ഈ പറയുന്നത്. അമ്മയച്ഛനും മാത്രല്ല എന്റെ രഞ്ജിത ചേച്ചി അജയ് ചേട്ടനല്ല ഇത് കണ്ട് ഇത് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ചിലപ്പോ വേണ്ടി. അപ്പൊ ദീപ്തി, രാജേഷുമായിട്ടുള്ള ഒരു ജീവിതയാത്ര എന്നാ തുടങ്ങുക? അടുത്തുണ്ടാവും, ഡിസംബറിൽ. ഈ വർഷം തന്നെ റിലീസ് ആവും അല്ലേ? അതിനു മുമ്പ് കുറച്ച് റിലീസുകളുണ്ട്. വേറെ പ്രോജക്റ്റ് കമ്മിറ്റഡ് ഇല്ല, ഞാൻ പെണ്ണുമ്പുറാട്ടിൽ പെണ്ണുമ്പുറാടാ. ആ കാര്യം കൂടി നമുക്കൊന്ന് പ്രേക്ഷകരോട് പറയാം. അത് രാജേഷിന്റെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, സിനിമാ താരം, ഇപ്പോൾ നായക നടൻ. എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. പെണ്ണും പൊറാട്ടും സംവിധാനം ചെയ്യാണ്. അതെ, ഏകദേശം വർക്ക് തുടങ്ങി കഴിഞ്ഞു. വർക്ക് തുടങ്ങി. അതിന്റെ 80% കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞു. ബാക്കി ഇനി പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. 12 ഡേ ഷൂട്ട് ഉണ്ട്. ദീപ്തിയാണ് അസിസ്റ്റന്റ് അസോസിയേറ്റ്. എങ്ങനെയുണ്ട് ദീപ്തിയുടെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന രീതിയിലുള്ളൊരു നല്ല അസോസിയേറ്റ് ഡയറക്ടർ? നിന്നാത്താൻ കേസുകളില് ദീപ്തിയാണ് രാജേഷ് നിയന്ത്രിച്ചത്. പിന്നെ അതെ, ചെറിയ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നണിയിലുണ്ടായിരുന്നോണ്ട് അധികം അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ദീപ്തിയുടെ വീട് എവിടെയാ? പാലക്കാടാണ്. പാലക്കാട് എവിടെ? പാലക്കാട് പുത്തൂര്. ആഹാ, കൊള്ളാലോ. അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ തൊട്ടടുത്ത്. അവിടെ ഇരിക്കുന്ന നമ്മുടെ അനിയൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ഒരു പുരുഷാരിയായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തം ചേട്ടനാണ് പുള്ളി. അപ്പോ കൊള്ളാം. താങ്ക് യു ദീപ്തി, താങ്ക് യു രാജേഷ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. അപ്പൊ എന്നെ ആക്ഷേപിച്ചത് ഞാൻ മറക്കത്തില്ല. സന്തോഷം. ഗംഭീരായി ഉഷാറാവട്ടെ. അമ്മയുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പൊ കൂടുതൽ ചിക്കൻ ഫ്രൈ. എന്താ സിനിമ സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ എന്താ ഓർഡർ? KFC ചിക്കൻ, കേത്തൽ ചിക്കൻ. ഇവിടെ അങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. കേത്തൽ ചിക്കൻ ഉണ്ട്. പൊളിക്കണം. അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ സിനിമ വളരെ നിർണായകമാണെന്ന് എനിക്കറിയാം. മാത്രമല്ല പ്രേക്ഷകർക്കും അത് കാണാൻ താല്പര്യം ഉണ്ടാവും. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് ഫോർ ദ ഫൺ. ഇത് ആക്ഷേപിച്ചെന്നെ വീണ്ടും ക്ഷയിക്കാണ്ട് വിട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രഭാതത്തിൽ വളരെ സുന്ദരമായ ചില നിമിഷങ്ങൾ നിങ്ങൾ കണ്ടു, വർത്തമാനങ്ങളൊക്കെ കേട്ടു. ഇനി നമുക്ക്